നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായത്തിനുള്ള സ്ഥിരം പദ്ധതിക്ക് അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മയും അണക്കര അൽഫോൺസ ആശുപത്രിയും ചേർന്ന് തുടക്കമിട്ടു. ആശുപത്രിയിലും അതോടൊപ്പം മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിലും സ്ഥാപിക്കുന്ന ചാരിറ്റി ബോക്സുകളിലൂടെ സമാഹരിക്കുന്ന തുക അർഹരായ രോഗികൾക്ക് ഡയാലിസിസ് സഹായമായി നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. വൃക്ക സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് വലയുന്ന നിരവധി ആളുകൾക്ക് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് അണക്കര അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മയും അൽഫോൺസ ആശുപത്രിയും സംയുക്തമായി ഡയാലിസിസ് രോഗികൾക്ക് ഒരു കൈത്താങ്ങ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതനുസരിച്ച് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്ന അർഹരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കും. ഇതിനായി ആശുപത്രിയിലും മറ്റ് സ്ഥാപനങ്ങളിലും സന്നദ്ധ സംഘടനകളിലും ചാരിറ്റി ബോക്സുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം രോഗികൾക്ക് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ചക്കുപള്ളം പഞ്ചായത്തിന് ഡയാലിസിസ് രോഗികൾക്കായിട്ടൊരു പദ്ധതി ഉണ്ട്. നിലവിൽ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് 1,40,000 രൂപ വകയിൽ ചെലവായിട്ടുണ്ട്. അതിൽ ആൾക്കാർക്ക് കൊടുക്കാനുമുണ്ട്. അത് നമ്മൾ നേരത്തെ നമ്മുടെ ഹോസ്പിറ്റലിലെ അക്കൗണ്ടിലേക്കായിരുന്നു വെച്ചിരുന്നത്. ഇപ്പം രോഗികൾക്ക് നേരിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫണ്ട് കഴിഞ്ഞ ലാസ്റ്റ് ഗഡു നമുക്ക് കിട്ടാതെ വന്നുകൊണ്ട് അത് പെൻഡിങ് ആയി കിടപ്പുണ്ട്, സ്പിൽ ഓവറിലായിട്ടുണ്ട്. നമ്മളത് ചെയ്തു വിട്ടിട്ടുണ്ട്. ഈ അടുത്ത ഫണ്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് തന്നെ അത് ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പുതിയ പദ്ധതി പ്രകാരം നമ്മുടെ പദ്ധതിയിൽ വെച്ചിരിക്കുന്ന 1,50,000 രൂപ നമ്മൾ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. കൂട്ടായ്മ രക്ഷാധികാരി ഡേവിസ് തോമസ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ബാബു സുരഭി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാൻ ജോസഫ്, ജയമോൾ സാബു, അശ്വതി കെ എ, മനോജ് തമ്പി, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അൻസ, കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലയ്ക്കൽ, വിവിധ സംഘടനാ ഭാരവാഹികളായ സാംകുട്ടി മാക്കൽ, ഷിബു തോമസ്, റജി മാത്യു നരിമറ്റം, ജോസഫ് പുതുമന, സോവിൻ ആക്കിലേട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഡോക്ടേഴ്സ് ദിനത്തോട് അനുബന്ധിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.